എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ എന്ന് പറയുന്ന രീതിയിൽ എന്ത് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ബാക്കിലുള്ള ബ്ലെസ്സിങ് എന്താണ്. പക്ഷേ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പം ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി പിന്നീട് ആ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ അവിടുത്തെ സ്റ്റാഫ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട്, അതേപോലെ ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബിൽ കയറി അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട്, ഇപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ജസ്റ്റ് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് എന്നെ നേരെ താഴെ ലെവലിൽ ഡെലിവറി ബോയ് ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ സ്ലോലി ഗ്രാജുവലി വേറൊരു ഡയമെൻഷനിൽ എൻ്റെ എബിലിറ്റി എവിടെയാണോ ആ എബിലിറ്റിയിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഇതേപോലെ എൻ്റെ റിയലൈസേഷനാണ് ഞാൻ അവിടെ പറയുന്നത്, എല്ലാവർക്കും ഇതേപോലെ ഇൻബോണായിട്ട് ജന്മനാ തന്നെ ചില കഴിവുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ കഴിവുകളും പേഴ്സണാലിറ്റിയും ശരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യണം. അതേപോലെ അത് ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള മനുഷ്യന്മാർക്കും കൂടെ എന്തെങ്കിലും ഒരു ഉപകാരമായിട്ട് മാറുകയും ചെയ്യണം.